വെൽക്കം ടു മാസ്റ്റർ കീ അക്കാദമി. മാസ്റ്റർ കീ അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ എക്സാം ഇങ്ങനെ വന്ന് അടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. നിങ്ങളുടെ പ്രിപ്പറേഷൻ എവിടെ വരെയായി? കൃത്യമായി പഠിക്കണം. നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മുന്നിലുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ അസിസ്റ്റന്റ് എക്സാം എന്ന് പറയുന്നത്. സിലബസ് ഒക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. വളരെ ചെറിയ സിലബസ് ആണ്, നമുക്ക് ഈസി ആയിട്ട് കവർ ചെയ്ത് പോകാനായിട്ട് പറ്റുന്നതാണ്. വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കണം. ബിക്കോസ് PSCയുടെ പാറ്റേൺ ഇപ്പൊ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അസേർഷൻ റീസൺ പോലെയുള്ള, മാച്ച് ഫോളോയിങ് പോലെയുള്ള സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യനുകൾ ഇപ്പൊ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു ഡയറക്റ്റ് ക്വസ്റ്റിനെക്കാളും കൂടുതലായും എന്താണ് സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കണം. അത്തരത്തിലുള്ള ക്വസ്റ്റ്യനുകൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ ഡയറക്റ്റ് ക്വസ്റ്റ്യനുകൾ വന്നാലും എന്ത് ചെയ്യാൻ പറ്റും, പിക്ക് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ തന്നെ എന്ത് ചെയ്യണം, വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കണം. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നമ്മുടെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ചധികം ക്വസ്റ്റ്യനുകൾ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ടാണ്. അപ്പൊ ഇവിടെ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വന്നിട്ടുള്ളതും അതായത് ഇനി വരാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള കുറേ അധികം ക്വസ്റ്റ്യനുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യനുകൾ മുഴുവനായിട്ട് കാണുക. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ക്വസ്റ്റ്യനുകൾ പറയുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മാർക്ക് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇതിന് ആൻസർ കണ്ടെത്താനായിട്ട് പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ശ്രമിച്ച് മുന്നോട്ട് പോകാനായിട്ട് എല്ലാവരും ശ്രമിക്കുക കേട്ടോ. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയ മക്കളെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുകയാണ്. എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ? വായിച്ചു നോക്കിയ എന്താണ് പറഞ്ഞിരിക്കുന്നത്? വിച്ച് ഓഫ് ദ ഫോളോവിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ദ കണ്ടിൻജൻസി തിയറി ഇൻ മാനേജ്മെന്റ്. എന്താണ് കണ്ടിൻജൻസി തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കണ്ടിൻജൻസി തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നമുക്കറിയാം ഈ ഒരു തിയറി അനുസരിച്ച്, കണ്ടിൻജൻസി തിയറി അനുസരിച്ച് ഇതിനൊരു സിറ്റുവേഷൻ തിയറി എന്ന് പറയാറുണ്ട്. അതായത് ഓരോ മാനേജേഴ്സും ബിഹേവ് ചെയ്യേണ്ടത്, അല്ലെ മാനേജേഴ്സ് അവിടെ ഒരു ആക്ഷൻ എടുക്കേണ്ടത് ആ സിറ്റുവേഷനെ ബേസ് ചെയ്ത് വേണം എന്ന് പറയുന്ന തിയറിയാണ് ഏതെന്ന് പറയുന്നത്, കണ്ടിൻജൻസി തിയറി. അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും ഓപ്ഷൻ ആൻസർ ആയിട്ട് വരുന്നത്? ആദ്യത്തെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് എംഫസൈസ് ദ യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ഓഫ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്. ആണോ? മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് യൂണിവേഴ്സലി അപ്ലൈ ചെയ്യണം എന്ന് പറയുന്ന ഒന്നാണോ കണ്ടിൻജൻസി തിയറി? അല്ല. അടുത്ത നോക്കി, ഇറ്റ് സജസ്റ്റ് ദാറ്റ് ദ മാനേജ്മെന്റ് ആക്ഷൻ ഡിപ്പെൻഡ് ഓൺ ദ സിറ്റുവേഷൻ അറ്റ് ഹെഡ്. അതായത് സിറ്റുവേഷനെ ബേസ് ചെയ്തുകൊണ്ട് വേണം മാനേജ്മെന്റ് എന്ത് ചെയ്യാനായിട്ട്, ആക്ഷൻ എടുക്കാനായിട്ട് എന്ന് പറയുന്ന, അതാണ് ഇറ്റ് സജസ്റ്റ് ദാറ്റ് ദ മാനേജ്മെന്റ് ആക്ഷൻസ് ആർ ഡിപ്പെൻഡ് ഓൺ ദി സിറ്റുവേഷൻ. സിറ്റുവേഷനെ ബേസ് ചെയ്തുകൊണ്ട് വേണം മാനേജ്മെന്റ് ആക്ഷൻ എടുക്കാനായിട്ട് എന്ന് പറയുന്ന തിയറിയാണ് എന്ന് പറയുന്ന കണ്ടിൻജൻസി തിയറി. നമ്മൾ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഏരിയ പഠിക്കുമ്പം എവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഏരിയ പഠിക്കുന്നുണ്ട് അല്ലെ. അതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട് എന്താണ് സയന്റിഫിക് മാനേജ്മെന്റ് തിയറി, എന്താണ് കണ്ടിൻജൻസി തിയറി, എന്താണ് ബ്യൂറോക്രാറ്റിക് തിയറി. ഇതെല്ലാം നമ്മൾ പഠിച്ചു വെക്കണം. ബിക്കോസ് സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരുമ്പം ഇതെല്ലാം ഒരു ക്വസ്റ്റ്യനകത്ത് തന്നെ വരാം. പല പല സ്റ്റേറ്റ്മെന്റുകളായിട്ട് വന്നിട്ട് ഏതെല്ലാം സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ടുള്ളത് എന്ന് ചോദിക്കും അല്ലെ. സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂളുകൾ, സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രൊസീജിയർ, സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഹൈറാർക്കികൾ, ഇങ്ങനെയുള്ളത് ഫോളോ ചെയ്യണം എന്ന് പറയുന്ന, മാനേജ്മെന്റിൽ ഫോളോ ചെയ്യണം എന്ന് പറയുന്ന തിയറി ഏതായിരുന്നു? ബ്യൂറോക്രാറ്റിക് തിയറി. ബ്യൂറോക്രാറ്റിക് തിയറിയുടെ പിതാവ് ആരായിരുന്നു? മാക്സ് വെബർ. കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. കണക്ട് ചെയ്ത് പഠിക്കണം അല്ലെ. ഹ്യൂമൻ റിലേഷൻ തിയറിയുടെ പിതാവ് ആരാണ്? ഹ്യൂമൻ റിലേഷൻ തിയറി ആരാണ്? എൽട്ടൺ മയോ. എൽട്ടൺ മയോ നടത്തിയ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ് ഏതാണ്? ഓർത്തോണസ്റ്റിക് സ്റ്റഡി അല്ലെ. ഓർത്തോണസ്റ്റിക് സ്റ്റഡി അദ്ദേഹം എന്താണ് 5 എക്സ്പെരിമെന്റുകളിലൂടെ ആണ് നടത്തിയ ഒന്നാണ്. അപ്പൊ അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ഏരിയകളൊക്കെ എന്താണ്, വളരെ കോർ ആയിട്ടുള്ള ഏരിയ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. തിയറിറ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ ഒരുപാട് ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയ ആണ്. അപ്പൊ അതിൻ്റെതായ ഒരു പ്രാധാന്യം കൊടുത്ത് പഠിക്കണം അല്ലെ. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. കണ്ടിൻജൻസി തിയറി എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്ത് വെച്ചോണം എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? സിറ്റുവേഷനെ ബേസ് ചെയ്താണ്. ഇറ്റ് സജസ്റ്റ് ദാറ്റ് ദ മാനേജ്മെന്റ് ആക്ഷൻ ഡിപ്പെൻഡ് ഓൺ ദി സിറ്റുവേഷൻ അറ്റ് ഹെഡ്. ആൻഡ് കണ്ടിൻജൻസി തിയറി സ്റ്റേറ്റ്സ് ദാറ്റ് there is no one size fits all situation. അതായത് എല്ലാ സിറ്റുവേഷനും ഒരേ രീതിയിലുള്ള മാനേജ്മെന്റ് കൊണ്ട് കാര്യമില്ല. അതായത് ഒരേ രീതിയിലുള്ള മാനേജ്മെന്റ് അല്ല എല്ലാ രീതിയിലും സ്യൂട്ടബിൾ ആകുന്നത് എന്ന് പറയുന്ന തിയറിയാണ് ഏതെന്ന് പറയുന്നത്
കണ്ടിൻജൻസി തിയറി എന്ന് പറയുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? ദ ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ഈസ് ഡിപ്പെൻഡ് ഓൺ ദി സ്പെസിഫിക് സിറ്റുവേഷൻ. ആ ഒരു സിറ്റുവേഷന് ഏത് ആക്ഷൻ ആണോ സ്യൂട്ടബിൾ ആകുന്നത് അതിനനുസരിച്ചുള്ള ഒരു ആക്ഷൻ എടുത്ത് മാനേജ്മെന്റ് ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകണം എന്ന് പറയുന്ന തിയറിയാണ് ഏത്? കണ്ടിൻജൻസി തിയറി. ഓർത്ത് വെച്ചോണം മക്കളെ, കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചോണം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് അക്കോർഡിംഗ് ടു ദ സിസ്റ്റം തിയറി. അടുത്ത തിയറി വന്നു. അക്കോർഡിംഗ് ടു ദ സിസ്റ്റം തിയറി ആൻ ഓർഗനൈസേഷൻ ഈസ് കൺസിഡേർഡ്. സിസ്റ്റം തിയറി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? എന്താണ് സിസ്റ്റം തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് ഓർഗനൈസേഷനെ മൊത്തത്തിൽ ഒരു സിസ്റ്റമായി കണ്ടിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളായിട്ട് ഓരോരോ പാർട്ടുകളായിട്ട് തിരിച്ച് ഓരോ പാർട്ടും എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കും? ഈ സിസ്റ്റവുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കും. അതായത് ഏതെങ്കിലും ഒരു സിസ്റ്റത്തിലെ ഏതെങ്കിലും ഒരു പാർട്ടിന് എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നമുണ്ട് എങ്കിൽ അത് മൊത്തം എൻറ്റയർ ആയിട്ടുള്ള സിസ്റ്റത്തെ അഫക്റ്റ് ചെയ്യും എന്ന് പറയുന്ന തിയറിയാണ് ഏതെന്ന് പറയുന്നത്? സിസ്റ്റം തിയറി. അതായത് മാനേജ്മെന്റിനെ ഡിഫറെന്റ് ആയിട്ടുള്ള സബ് ഗ്രൂപ്പുകളായിട്ട് തിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളായിട്ട് തിരിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിന് എഫിഷ്യൻസി കുറയുന്നുണ്ട് എങ്കിൽ അത് എൻറ്റയർ ആയിട്ടുള്ള ഓർഗനൈസേഷനെ ബാധിക്കും എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് ഏതിൽ വരുന്നത്? സിസ്റ്റം തിയറി വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് ആൻസർ ചെയ്യാലോ. നോക്കിയേ എന്താ പറഞ്ഞേക്കുന്നത്? അക്കോർഡിംഗ് ടു സിസ്റ്റം തിയറി ആൻ ഓർഗനൈസേഷൻ is considered to be എന്താണ്? a group of people working independently. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇൻഡിപെൻഡന്റ്ലി വർക്ക് ചെയ്യും എന്നുള്ളതാണോ? അതോ മെക്കാനിക്കൽ സ്ട്രക്ചർ ഫോളോവിങ് എ സ്ട്രിക്ട് റൂൾ? സ്ട്രിക്ട് റൂളിലൂടെ ഒരു മെക്കാനിക്കൽ സ്ട്രക്ചർ ഫോളോ ചെയ്യണം എന്നുള്ളതാണോ? എ ഡൈനാമിക് സെറ്റ് ഓഫ് ഇന്റർ റിലേറ്റഡ് പാർട്ട് ദാറ്റ് ഫങ്ഷൻ ടുഗദർ. ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള പാർട്ടുകളെ ഫങ്ഷൻ ടുഗദർ, ഒന്നിച്ച് നിന്ന് ഫങ്ഷൻ ചെയ്യുന്നത്. അത് തന്നെയല്ലേ ഇന്റർ റിലേറ്റഡ് ആയിരിക്കും. അതെ, ഇത് ഒരു ഓർഗനൈസേഷന്റെ സിസ്റ്റം. അതായത് സിസ്റ്റം എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? അതിന് ഡിഫറെന്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും, എല്ലാവരും തമ്മിൽ എന്തുണ്ട്? ഇന്റർ റിലേറ്റഡ് ആയിരിക്കും. അപ്പൊ ഇവിടെ എന്താണ് ആൻസർ വരുന്നത്? ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഡി ഒന്ന് നോക്കാം. എ ഗ്രൂപ്പ് ഓഫ് മാനേജേഴ്സ് ഫോളോ ദ എംപിരിക്കൽ മെത്തേഡ് ആണോ? അല്ല. ഇവിടെ ആൻസർ ഏതാണ്? ഡി ആണ് വരുന്നത്. അപ്പൊ സിസ്റ്റം തിയറി എന്താണെന്ന് ക്ലിയർ ആയല്ലോ. സിസ്റ്റം തിയറി എന്താണെന്ന് ക്ലിയർ ആയല്ലോ. വളരെ സിമ്പിൾ ആണ്, നിങ്ങൾ ഓർത്ത് വെക്കുക. സിസ്റ്റം തിയറി വ്യൂസ് ആൻ ഓർഗനൈസേഷൻ ആസ് എ സിസ്റ്റം. സിസ്റ്റം തിയറിക്കകത്ത് എന്താണ്? സിസ്റ്റം തിയറി അനുസരിച്ച് ഓർഗനൈസേഷനെ അവർ വ്യൂ ചെയ്യുന്ന എങ്ങനെയാണ്? ഒരു സിസ്റ്റം എന്നുള്ള രീതിയിലാണ്. വേർ ദ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ സബ് സിസ്റ്റംസ് ആർ ഇന്റർ കണക്റ്റഡ്. അതായത് ഈ ഓർഗനൈസേഷനിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളെ സബ് സിസ്റ്റം പോലെ അവർ തമ്മിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്റർ കണക്റ്റഡ് ആണ്. and the failure or success of one part, അതായത് ഇതിലുള്ള ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഫെയിലിയർ അല്ലെ ഒരു സക്സസ് എന്ന് പറയുന്നത് എന്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്? എൻറ്റയർ ആയിട്ടുള്ള പാർട്ടിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് ഇതിൽ വരുന്നത്. ഏതിൽ വരുന്ന മക്കളെ? നമ്മളുടെ സിസ്റ്റം തിയറിയിൽ വരുന്ന. കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയ മക്കളെ എന്താണ്? വിച്ച് തിയറി സജസ്റ്റ് ദാറ്റ് ദ യൂസ് ഓഫ് മാത്തമാറ്റിക്കൽ മെത്തേഡ് to solve a business problems സോൾവ് ചെയ്യാനായി മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള അതായത് മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള മോഡൽസുകൾ, മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഓർഗനൈസേഷൻ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുകയാണെങ്കിൽ അത് ഏത് ടൈപ്പിലുള്ള മാനേജ്മെന്റ് ആണ്, ഏത് ടൈപ്പിലുള്ള തിയറി ആണെന്നാണ്? തിയറി ഓഫ് മാനേജ്മെന്റ് ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. സിസ്റ്റം തിയറി ആണോ? അല്ല. ഓപ്പറേഷണൽ തിയറി ആണോ? ഓപ്പറേഷണൽ തിയറി അല്ല. നമ്മളോട് ക്വസ്റ്റ്യൻ്റെ അകത്ത് ഈ ഓപ്പറേഷണൽ തിയറിയുടെ ഭാഗത്ത് ഓപ്പറേഷണൽ റിസർച്ച് തിയറി എന്ന് ചോദിക്കുകയാണെന്ന് വിചാരിക്കുക. OR തിയറി എന്ന് വന്നിരുന്നെങ്കിൽ ശരിയായിരുന്നു. ഓപ്പറേഷണൽ തിയറി അല്ല. എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് തിയറിയാണ് ഏതെന്ന് പറയുന്നത്? നമ്മളുടെ ഇത്തരത്തിലുള്ള മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള മോഡൽസ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് എന്ത് കണ്ടെത്തുന്നത്? നമുക്ക് ഒരു പ്രോബ്ലത്തിന് അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് ഇഷ്യൂസിന് സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള മോഡൽസ് അല്ലെ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഇക്വേഷൻസ് യൂസ് ചെയ്യുന്നത് ഏത് തിയറിയിലാണ്? ക്വാണ്ടിറ്റേറ്റീവ് തിയറി. ഇതിനെ എന്തെന്നും പറയാറുണ്ട്? OR തിയറി എന്നും പറയാറുണ്ട് കേട്ടോ. ഓപ്പറേഷൻ റിസർച്ച് തിയറി എന്നും പറയാറുണ്ട്. ഓർത്ത് വെച്ചോണം. ഇവിടെ നോക്കിയേ, ക്വാണ്ടിറ്റേറ്റീവ് തിയറി ആണ്. ക്വാണ്ടിറ്റേറ്റീവ് തിയറി എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് തിയറി ഈസ് ഓൾസോ നോൺ ആസ് ഓപ്പറേഷൻ റിസർച്ച് തിയറി, emphasize using the scientific and mathematical techniques such as the data analysis model and improve the decision making in organization. Organization decision making ഒക്കെ improve ചെയ്യാനായിട്ട് മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള മോഡൽസ് അല്ലെ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ടെക്നിക്സുകളൊക്കെ എന്തിൽ യൂസ് ചെയ്യാണ്? മാനേജ്മെന്റിൽ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള തിയറിയാണ് ഏതെന്ന് പറയുന്നത്? ഓപ്പറേഷൻ റിസർച്ച് തിയറി അഥവാ ഏതാണ്? നമ്മളുടെ ക്വാണ്ടിറ്റേറ്റീവ് തിയറി. മക്കളെ ക്ലിയർ ആവുന്നുണ്ടല്ലോ? മനസ്സിലാവുന്നുണ്ടല്ലോ? ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യനിൽ നിന്ന് ആ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചോണം. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ബെസ്റ്റ് എക്സ്പ്ലെയിൻ
കമാൻഡിങ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ് അക്കോർഡിംഗ് ടു ദ ഹെൻറി ഫയോളിന്റെ എന്താണ് പ്രിൻസിപ്പിൾസ് അനുസരിച്ച് കമാൻഡിങ് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷനെ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ പറഞ്ഞേക്കുന്നത്? എൻഷറിംഗ് ദ ഓർഗനൈസേഷൻ ഹാസ് ആൻ ആഡിക്വേറ്റ് റിസോഴ്സസ് ലൈക്ക് സ്റ്റാഫ് ആൻഡ് ക്യാപിറ്റൽ എന്നുള്ളതാണോ, അതോ മോട്ടിവേറ്റിംഗ് ആൻഡ് പ്രൊവൈഡിങ് എ ക്ലിയർ ഇൻസ്ട്രക്ഷൻസ് ടു എംപ്ലോയീസ് ടു അച്ചീവ് ദ ഗോൾ. മോട്ടിവേറ്റ് ചെയ്യുകയും അവർക്ക് ക്ലിയർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയും അതിലൂടെ എന്ത് ചെയ്യാണ് ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണോ ഈ കമാൻഡിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതോ സെറ്റിംഗ് എ പെർഫോമൻസ് സ്റ്റാൻഡേർഡ് ടു ഇവാലുവേറ്റ് ദ ഓർഗനൈസേഷൻ സക്സസ്, ഓർഗനൈസേഷന്റെ സക്സസ് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുകയാണോ? അതോ എന്താണ് ഹാർമോണൈസ് ഓൾ ദ ആക്ടിവിറ്റി ടു ഇംപ്രൂവ് ദ കോർഡിനേഷൻ എമംഗ് ദ എംപ്ലോയീസിനെ എല്ലാ ആക്ടിവിറ്റീസും പ്രോപ്പർ ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിനെയാണോ കമാൻഡിംഗ് എന്ന് പറയുന്നത്? ഏതാ മക്കളെ? വളരെ സിമ്പിൾ ആൻസർ ആണ്. ഏതായിരിക്കും ആൻസർ വരുന്നത്? നമുക്കറിയാം കോർഡിനേറ്റിംഗ് എന്ന് കമാൻഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോട്ടിവേറ്റിംഗ് ആൻഡ് പ്രൊവൈഡിംഗ് ദ ക്ലിയർ ഇൻസ്ട്രക്ഷൻസ് ടു എംപ്ലോയീസ് to achieve the goal. The commanding involves giving orders. ഓർത്ത് വെച്ചോണം, commanding involves giving orders and clear instructions. ക്ലിയർ ആയിട്ടുള്ള ഓർഡറുകൾ കൊടുക്കുകയും ക്ലിയർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയും അതുപോലെ തന്നെ എൻഷറിംഗ് ദ എംപ്ലോയീസ് ടു അണ്ടർസ്റ്റാൻഡ് ദെയർ ടാസ്ക്, അവർക്ക് എന്താണ് പെർഫോം ചെയ്യേണ്ടത് എന്നുള്ള കാര്യമൊക്കെ പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കി കൊടുക്കുകയൊക്കെയാണ് ഇതിലൂടെ ചെയ്യുന്നത്, കമാൻഡിംഗ് ഫംഗ്ഷനിലൂടെ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ അക്കോർഡിംഗ് ടു മാക്സ് വെബർ ബ്യൂറോക്രാറ്റിക് തിയറി, അത് നമുക്കറിയാം ബ്യൂറോക്രാറ്റിക് തിയറിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആളായിരുന്നു ആരെന്ന് പറയുന്നത്? മാക്സ് വെബർ എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ പ്രിൻസിപ്പിൾസ് ഓഫ് ക്രിയേറ്റിംഗ് ആൻ ഐഡിയൽ ബ്യൂറോക്രാറ്റിക് സിസ്റ്റം. അതായത് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അതായത് ഈ ബ്യൂറോക്രാറ്റിക് തിയറി അനുസരിച്ച് ആരാണ് നമ്മളുടെ മാക്സ് വെബർ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് പറഞ്ഞിട്ടുണ്ട് ഒരു നല്ല ബ്യൂറോക്രാറ്റിക് സിസ്റ്റം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ. അപ്പൊ ഇവിടെ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഹൈറാർക്കി വേണം, എല്ലാ കാര്യങ്ങൾക്കും ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഹൈറാർക്കി വേണം, കമ്മ്യൂണിക്കേഷൻ ചാനലുകൾ പ്രോപ്പർ വേയിലായിരിക്കണം, അതുപോലെ തന്നെ എംപ്ലോയീസിനെ ഒക്കെ സെലക്ട് ചെയ്യേണ്ടത് അവരുടെ ക്വാളിഫിക്കേഷനെ ബേസ് ചെയ്തായിരിക്കണം, എംപ്ലോയീസിനെ സെലക്ട് ചെയ്യേണ്ടതും പ്രൊമോട്ട് ചെയ്യേണ്ടതും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസും റെഗുലേഷനുകളും ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എന്താണ് ക്ലിയർ ആയിട്ട് ഡിവിഷൻ ഓഫ് വർക്ക് വളരെ ക്ലിയർ ആയിട്ട് എങ്ങനെയാണ് ആൾക്കാർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ഇതിനകത്ത് പെടാത്തത് ഏതായിരിക്കും? നോട്ട് എ പ്രിൻസിപ്പിൾ എന്നാണ് ചോദിച്ചേക്കുന്നത്. നോട്ട് എ പ്രിൻസിപ്പിൾ ആദ്യം നോക്കിയാൽ ക്ലിയർ ഡിവിഷൻ ഓഫ് ലേബർ, അതായത് വർക്കേഴ്സ് എന്ത് കാര്യമാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യണമെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? മാക്സ് വെബർ പറഞ്ഞിട്ടുള്ളതാണ്. അടുത്തത് സെലക്ഷൻ ഓഫ് എംപ്ലോയീസ് ബേസ്ഡ് ഓൺ ക്വാളിഫിക്കേഷൻ, അദ്ദേഹം അങ്ങനെ തന്നെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ ഏറ്റവും നല്ലൊരു കാര്യമാണ് അതെന്ന് പറയുന്നത് എന്താണ്? ആൾക്കാരെ സെലക്ട് ചെയ്യുന്ന അവരുടെ ക്വാളിഫിക്കേഷനെ ബേസ് ചെയ്തായിരിക്കണം എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? മാക്സ് വെബറിന്റെ പ്രിൻസിപ്പിൾസിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് കൺസിസ്റ്റന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻ, കൺസിസ്റ്റന്റ് ആയിരിക്കണം, റൂൾസും റെഗുലേഷനും കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കണം, അതായത് സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കണം എന്ന് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അത് ശരിയാണ്. ഫ്ലെക്സിബിൾ ഡിസിഷൻ മേക്കിംഗ് ബേസ്ഡ് ഓൺ ഇൻഡിവിജ്വൽ സിറ്റുവേഷൻ അനുസരിച്ച് എന്താണ് ഡിസിഷനുകൾ ഫ്ലെക്സിബിലിറ്റി ചെയ്യണം. ഫ്ലെക്സിബിൾ അല്ല, റിജിഡ് ആണ്. അദ്ദേഹത്തിന്റെ ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റിജിഡ് ആയിട്ടായിരിക്കും, കറക്റ്റ് പ്രോപ്പർ വേയിൽ എടുക്കണം എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതെന്താണ് തെറ്റായിട്ടുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്, ഫ്ലെക്സിബിൾ ഡിസിഷൻ മേക്കിംഗ് ബേസ്ഡ് ഓൺ ദി ഇൻഡിവിജ്വൽ സിറ്റുവേഷൻ. ഓർത്ത് വെക്കുക, മാക്സ് വെബർ ബ്യൂറോക്രാറ്റിക് തിയറി പ്രൊമോട്ട് എ സ്ട്രിക്റ്റ് ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ, ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ ഫോളോ ചെയ്യുന്ന ഒന്നാണ് എന്ന് പറയുന്നത് മാക്സ് വെബറുടെ ബ്യൂറോക്രാറ്റിക് തിയറി എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുള്ള റൂളുകൾ അവിടെ ഡിഫൈൻ ചെയ്തിരിക്കും, റെഗുലേഷനുകൾ ഡിഫൈൻ ചെയ്തിരിക്കും, അതുപോലെ ഡിവിഷൻ ഓഫ് ലേബർ, അവർ എന്ത് ജോലിയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഡിഫൈൻ ചെയ്തിരിക്കും. ആൻഡ് എംഫസൈസ് ദ കൺസിസ്റ്റൻസി റാദർ ദാൻ ദ ഫ്ലെക്സിബിലിറ്റി, അവിടെ കൺസിസ്റ്റൻസി ആണ് അവർ കൂടുതലായിട്ട് നോക്കുന്നത്, എന്തിനെയല്ല, ഫ്ലെക്സിബിലിറ്റി അല്ല. ഓർത്ത് വെച്ചോണം, മനസ്സിലാക്കി പഠിച്ചോണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് റെപ്രസെന്റ് ആൻ ഇമ്പോർട്ടന്റ് കൺക്ലൂഷൻ ഓഫ് എ ഹോർത്തോണസ്റ്റിക് എക്സ്പെരിമെന്റ് ആൻഡ് ലീഡ്സ് ടു എൽട്ടൺ മയോ. നമുക്കറിയാം എൽട്ടൺ മയോ എന്താണ് ഹോർത്തോണസ്റ്റിക് പ്ലാന്റിൽ എന്ത് നടത്തി, ഒരു എക്സ്പെരിമെന്റ് നടത്തി വർക്കേഴ്സിന്റെ പ്രൊഡക്ടിവിറ്റി എങ്ങനെ ഇൻക്രീസ് ചെയ്യാം എന്നുള്ള കാര്യത്തെ പറ്റിയായിരുന്നു അദ്ദേഹം നടത്തിയത്. അദ്ദേഹം എന്താണ് വർക്കിംഗ് എൻവയോൺമെന്റ് ഒക്കെ പല തരത്തിൽ മാറ്റി, ലൈറ്റിംഗ് മാറ്റി നോക്കി, അവിടുത്തെ വർക്കിംഗ് കണ്ടീഷനുകൾ മാറ്റി നോക്കി, ഇങ്ങനെ എങ്ങനെയാണ് വർക്കേഴ്സ് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നതെന്ന് അദ്ദേഹം നോക്കി. ഒരു വർഷങ്ങൾ നീണ്ടു നിന്ന ഒരു എക്സ്പെരിമെന്റ് ആയിരുന്നു ഈ ഹോർത്തോണസ്റ്റിക് സ്റ്റഡി എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഇദ്ദേഹം ഇങ്ങനത്തരത്തിലുള്ള സ്റ്റഡി എല്ലാം നടത്തി അവസാനം ഇദ്ദേഹം ഈ സ്റ്റഡിക്ക് ഒരു ഫൈൻഡിങ്സ് ആയിട്ട് അദ്ദേഹം കണ്ടത്, വർക്കിംഗ് എൻവയോൺമെന്റുകൾ മാറ്റുന്നതനുസരിച്ചൊന്നും വർക്കേഴ്സിന് എന്താകില്ല, അവരുടെ പ്രൊഡക്ടിവിറ്റി കൂടത്തില്ല, അവർക്ക് ഒരു വാല്യൂ കൊടുക്കുന്നുണ്ട് എന്ന് തോന്നുക. അതായത് ആ ഒരു ഫേമിൽ അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, അല്ലെ അവരുടെ ഒരു ഫേം ആണ്, അവരുടെ ഒരു കമ്പനി ആണ്,
അവരെയും എന്ത് ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ട്. അവർക്കൊരു വാല്യൂ ജനറേറ്റഡ് ആകുന്നുണ്ട് എന്ന് കാണുമ്പോൾ അവരെന്ത് ചെയ്യും, മോട്ടിവേറ്റഡ് ആകും. അതിലൂടെ അവർക്ക് എന്ത് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും, പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യിക്കാനായിട്ട് പറ്റും എന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിന്റെ ഒരു ഫൈൻഡിങ്സ് എന്ന് പറയുന്നത്. നോക്കിയാൽ അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഏതായിരിക്കും വരുന്നത് എന്നാണ്, ഇൻക്രീസ് ദ വേജസ് ഓൾവേസ് ലീഡ്സ് ടു ഹയർ പ്രൊഡക്ടിവിറ്റി. വേജസ് കൂട്ടുമ്പോൾ അത് ഹയർ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കുമെന്നാണോ അദ്ദേഹത്തിന്റെ ഫൈൻഡിങ്സ്? അല്ല എന്നാണ്. Productivity improves when the workers feel, ഓർത്ത് വെച്ചേ, the productivity improves, workers feel they are being observed and valued. അവരെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, അവർക്ക് വാല്യൂ ഉണ്ട് എന്നുള്ള രീതിയിൽ അവർക്ക് തോന്നുമ്പോഴാണ്, അല്ലെ അവർക്ക് അങ്ങനെ ഫീൽ ചെയ്യുമ്പോഴാണ് അവരുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നതായിരുന്നു എന്തിന്റെ ഔട്ട്കം എന്ന് പറയുന്നത്, എൽട്ടൺ മയോയുടെ ഓർത്തോണസ്റ്റിക് എക്സ്പെരിമെന്റിന്റെ ഔട്ട്കം എന്ന് പറയുന്നത്. മക്കളെ മനസ്സിലാക്കി വെച്ചോണം കേട്ടോ, ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓർത്തോണസ്റ്റിക് സ്റ്റഡിയൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ എന്ത് ചെയ്തോ പഠിച്ച് വെച്ചോണം. ഇവിടെ നോക്കുക എന്താണ്, പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ്സ് വെൻ ദ വർക്കേഴ്സ് ഫീൽ ദേ ആർ ബീയിങ് ഒബ്സർവ്ഡ് ആൻഡ് വാല്യൂഡ്. ദ ഓർത്തോണസ്റ്റിക് എക്സ്പെരിമെന്റ് ഷോസ് ദാറ്റ് ദ വർക്കേഴ്സ് പെർഫോമൻസ് ഇൻക്രീസ്ഡ് വെൻ ദേ ഫെൽറ്റ് ഓർഗനൈസ്ഡ് ആൻഡ് വാല്യൂഡ്. അതായത് ആ ഓർഗനൈസേഷൻ അവരെ എന്ത് ചെയ്യുന്നുണ്ട്, വാല്യൂ ചെയ്യുന്നുണ്ട്, അവരെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് എന്ന് തോന്നുമ്പോഴാണ് അവർക്ക് എന്താകുന്നത്, മോട്ടിവേറ്റഡ് ആകുന്നതും അവർക്ക് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ആകുന്നതും എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായി ഓർത്ത് വെച്ച് മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇൻ ടൈലർ സയന്റിഫിക് മാനേജ്മെന്റ് തിയറി, ടൈലറുടെ സയന്റിഫിക് മാനേജ്മെന്റ് തിയറി, വർക്കേഴ്സ് should be scientifically select and trained. Workers should be scientifically select and trained. വർക്കേഴ്സിനെ എന്താണ്, സയന്റിഫിക്കലി സെലക്ട് ചെയ്ത് ട്രെയിൻ ചെയ്യുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതിലാണ്? ടൈലറുടെ സയന്റിഫിക് മാനേജ്മെന്റ് തിയറി. ശരിയാണ് അല്ലെ? റീസൺ തന്നേക്കാണ്, ടൈലർ എംഫസൈസ്ഡ് ദാറ്റ് വർക്കേഴ്സ് ജഡ്ജ്മെന്റ് ആൻഡ് ഡിസ്ക്രിപ്ഷൻ ഷുഡ് ബി റിലൈഡ് അപ്പോൺ ദി വർക്ക്സ് മെത്തേഡ്. ആണോ? ശരിയാണോ? അതായത് ടാസ്ക് ഓറിയന്റഡ് ആയിട്ടല്ലേ, അതായത് സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡുകളും സയന്റിഫിക് ആയിട്ടുള്ള റൂളുകളും അല്ലെ സയന്റിഫിക് ആയിട്ടുള്ള സ്ട്രക്ചർ ഫോളോ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ വർക്കേഴ്സിന്റെ ജഡ്ജ്മെന്റ് നോക്കുവോ? ഇല്ല. അപ്പൊ റീസൺ തെറ്റാണ്, അസേർഷൻ ട്രൂ ആണ്. അസേർഷൻ ട്രൂ, റീസൺ ഫോൾസ്. അക്കോർഡിംഗ് ടു ടൈലർ, വർക്കേഴ്സ് ഷുഡ് ബി സയന്റിഫിക്കലി സെലക്ട് ആൻഡ് ട്രെയിൻഡ്, ബട്ട് ദ ടൈലർ റിജക്ട് ദ ഐഡിയ ഓഫ് റിലൈയിങ് ഓൺ വർക്കേഴ്സ് ജഡ്ജ്മെന്റ്. ഓർത്ത് വെച്ചാണ്, വർക്കേഴ്സ് ജഡ്ജ്മെന്റിനൊന്നും അവിടെ പ്രാധാന്യമൊന്നുമില്ല. അപ്പൊ അവിടെ എന്താണ്, സയന്റിഫിക്കലി സെലക്ട് ചെയ്ത് സയന്റിഫിക്കലി ട്രെയിൻ ചെയ്യുകയാണ് ഏതിൽ ചെയ്യുന്നത്, സയന്റിഫിക് മാനേജ്മെന്റിൽ ചെയ്യുന്നത്. അടുത്ത നോക്കിയേ, ഫയോൾ അഡ്മിനിസ്ട്രേറ്റീവ് തിയറി എംഫസൈസ് ദ പ്ലാനിങ് ആസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്. ഓർത്ത് വെച്ചോണം, അസേർഷൻ ആയിട്ട് തന്നേക്കാണ്. എന്താണ് അസേർഷൻ ആയിട്ട് തന്നേക്കുന്നത്? ഫയോൾ അഡ്മിനിസ്ട്രേറ്റീവ് തിയറി, ഫയോളിന്റെ അല്ലെ ഹെൻറി ഫയോളിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് തിയറി അനുസരിച്ച് എംഫസൈസ് ദ പ്ലാനിങ് ആസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്. അല്ലെ, പ്ലാനിങ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണ്, ഫയോളിന്റെ തിയറി അനുസരിച്ച് അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞേക്കാണ്, അക്കോർഡിംഗ് ടു ഫയോൾ, പ്ലാനിങ് ഈസ് എ സിംപ്ലസ്റ്റ് ഓഫ് ഓൾ ദ മാനേജീരിയൽ ഫംഗ്ഷൻ. മറ്റെല്ലാ മാനേജീരിയൽ ഫംഗ്ഷനെക്കാളും വളരെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള. ആണോ? അല്ല. പ്ലാനിങ് എന്ന് പറയുന്നത് എന്താണ്, ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് എന്നാണ് ആര് പറഞ്ഞിരുന്നത്, ഫയോള് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ റീസൺ തെറ്റാണ്, അസേർഷൻ എന്താണ്, ട്രൂ ആണ് അല്ലെ. അസേർഷൻ ട്രൂ ആണ്, റീസൺ തെറ്റാണ്. Assertion true ആണ്, reason തെറ്റാണ്. The Fayol did emphasize the planning as a crucial function of management, but he is also considered as the hardest of all functions, not the simplest അല്ല. മറ്റ് ഫംഗ്ഷനുകളെ നോക്കുമ്പോൾ കുറച്ച് ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ തന്നെയാണ് ഏതെന്ന് പറയുന്നത്, പ്ലാനിങ് എന്ന് പറയുന്നത്. മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. അടുത്തത് നോക്കിയേ, ഒരു രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് തന്നത്. Behavioral science theory incorporate insight from the psychology, sociology and anthropology to improve the management practice. നമുക്കറിയാം ബിഹേവിയറൽ സയൻസ് തിയറി എന്ന് പറയുന്നത് മറ്റ് ഡിസിപ്ലിനുകളുടെ ഒരുപാട് പാർട്ടുകൾ എടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ പഠിച്ചിരുന്നത്. അതായത് എന്തിൻ്റെയൊക്കെയാണ്, സൈക്കോളജിയുടെയും സോഷ്യോളജിയുടെയും ആന്ത്രോപോളജിയുടെയും ഒക്കെ പാർട്ടുകൾ എടുത്തുകൊണ്ട് മാനേജ്മെന്റ് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യണം എന്ന് പറയുന്ന ഒരു രീതി തന്നെയാണ് ബിഹേവിയറൽ സയൻസ് തിയറിക്കകത്തുള്ളത്. അതുകൊണ്ട് തന്നെ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അടുത്ത് നോക്കിയാൽ, ബിഹേവിയറൽ തിയറിസ്റ്റ് ഫോക്കസിങ് സ്ലോലി on technical efficiency and not on the human relation. ആണോ?
നോട്ട് ഓൺ ദി ഹ്യൂമൻ റിലേഷൻ. ഹ്യൂമൻ റിലേഷനെ ഫോക്കസ് ചെയ്യുകയല്ലേ. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്, സ്റ്റേറ്റ്മെന്റ് 2 ഫോൾസ് ആണ് അല്ലെ. സ്റ്റേറ്റ്മെന്റ് 1 ട്രൂ ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഫോൾസ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2 ഫോൾസ് ആണ്. ഓർത്തുക, ബിഹേവിയറൽ സയൻസ് തിയറി ഇന്റഗ്രേറ്റ് ദ വേരിയസ് ഡിസിപ്ലിൻ. ഒരുപാട് ഡിസിപ്ലിനുകൾ, അത് സൈക്കോളജി ആയിക്കോട്ടെ, സോഷ്യോളജി ആയിക്കോട്ടെ, ആന്ത്രോപോളജി ആയിക്കോട്ടെ, മാനേജ്മെന്റിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള മെനി ഡിസിപ്ലിൻസിൽ നിന്നും എന്താണ് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നതാണ് ബിഹേവിയറൽ സയൻസ് തിയറി. ശരിയാണ്. ഇറ്റ് ഈസ് ദ കോർ ഫോക്കസ് ഓൺ ഹ്യൂമൻ ബിഹേവിയർ ഇൻ ദി വർക്ക് പ്ലേസ്. വർക്ക് പ്ലേസിലെ ഹ്യൂമന്റെ ബിഹേവിയറിനെയാണ് ഇത് എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ കൺസിഡർ ചെയ്യുന്നില്ല എന്ന് അവിടെ പറഞ്ഞത്, ആ സ്റ്റേറ്റ്മെന്റിനകത്ത് പറഞ്ഞു അവിടെ ടെക്നിക്കൽ ആയിട്ടുള്ള എഫിഷ്യൻസിയാ കൺസിഡർ ചെയ്യുന്നതാണ്, അല്ല ഹ്യൂമന്റെ ബിഹേവിയറിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റിപ്പോയത്. മക്കളെ ഇതൊക്കെ പഠിക്കണം കേട്ടോ. സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. PSC പാറ്റേൺ ഒക്കെ മാറി, ഹ്യൂമൻ റിലേഷൻ തിയറിയുടെ പിതാവ് ആര് എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ മാറി. ഇവിടെ നോക്കിയേ, എന്താണ് മാച്ച് ദ മാനേജ്മെന്റ് തിയറിസ്റ്റ് വിത്ത് ദ കറസ്പോണ്ടിങ് തിയറി. കറസ്പോണ്ടിങ് തിയറി വെച്ചിട്ട് അവരെ മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഫെഡറിക് ടൈലർ തന്നിട്ടുണ്ട്, FW ടൈലർ തന്നിട്ടുണ്ട്, ഹെൻറി ഫയോൾ തന്നിട്ടുണ്ട്, മാക്സ് വെബർ തന്നിട്ടുണ്ട്, എൽട്ടൺ മയോ തന്നിട്ടുണ്ട്. എൽട്ടൺ മയോ ആരാണ്? എൽട്ടൺ മയോ ഹ്യൂമൻ റിലേഷൻ തിയറി അല്ലെ. എൽട്ടൺ മയോ ഹ്യൂമൻ റിലേഷൻ തിയറി. ഓക്കെ അല്ലെ. ഇനി നമുക്ക് എന്തിലേക്ക് പോകാം? FW ടൈലർ ഏതായിരുന്നു? സയന്റിഫിക് മാനേജ്മെന്റ് തിയറി. ഹെൻറി ഫയോളിന്റെ ഏതായിരുന്നു? അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് തിയറി. മാക്സ് വെബർ ഏതാണ്? ബ്യൂറോക്രാറ്റിക് തിയറി. ഏതായിരിക്കും ഓപ്ഷൻ വരുന്നത് മക്കളെ? ഏതാണ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. എന്താണ്? FW ടൈലർ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് തിയറി and Henry Fayol is known as father of administrative management theory. Max Weber is the bureaucratic theory യുടെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് മാക്സ് വെബർ. എൽട്ടൺ മയോ എന്ന് പറയുന്ന ഹ്യൂമൻ റിലേഷൻ തിയറിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാണ്. ഒരു ഈസി ആയിട്ടുള്ള മാത്സ് ഫോളോയിങ് ആണ്. പക്ഷെ എന്താണ്, ഇത് കറക്റ്റ് ആയിട്ട് അറിയാവുന്ന ആളുകൾക്ക് മാത്രമേ ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. കൺസിഡർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് ദി പാർട്ണർഷിപ്പ്. പാർട്ണർഷിപ്പിന്റെ ഫീച്ചേഴ്സ് നോക്കിയാൽ നമുക്ക് പഠിക്കാനുള്ളതാണ് അല്ലെ. അക്കൗണ്ടിങ്ങിന്റെ അകത്ത് പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ ഉണ്ട്. കൺസിഡർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് പാർട്ണർഷിപ്പ്. എന്നിട്ട് പറഞ്ഞേക്കാണെന്നാണ്, ദ നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് ഇൻ ബാങ്കിങ് ഫേം കനോട്ട് എക്സീഡ് 10. അങ്ങനെയാണോ പറഞ്ഞേക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കുക. ദ നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് ഇൻ ബാങ്കിങ് ഫേംസ് കനോട്ട് എക്സീഡ് 10. The registration of a partnership firm is mandatory under the Partnership Act 1932. Partnership Act 1932 പ്രകാരം എന്താണ്, registration of partnership is mandatory എന്നാണ് തന്നേക്കുന്നത്. അടുത്തത് നോക്കിയേ, അതാണ് മ്യൂച്വൽ ഏജൻസി is the core function of പാർട്ണർഷിപ്പ് അല്ലെ. അത് നേരാ അല്ലെ. പാർട്ണർഷിപ്പിന്റെ ഒരു കോർ ഫംഗ്ഷൻ തന്നെയാണ് മ്യൂച്വൽ ഏജൻസി എന്ന് പറയുന്നത്. അടുത്ത നോക്കിയേ, ദ പാർട്ണർഷിപ്പ് ഈസ് ഓൾവേസ് ക്രിയേറ്റഡ് ത്രൂ എ written agreement. പാർട്ണർഷിപ്പ് ഈസ് ഓൾവേസ് ക്രിയേറ്റഡ് ത്രൂ എ written agreement. മക്കളെ ഏതൊക്കെയാണ്? ഇതൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. പാർട്ണർഷിപ്പിൽ നിന്നൊക്കെ വരാൻ സാധ്യതയുള്ള അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പാർട്ണർഷിപ്പിനെ പറ്റി നല്ല ഡെപ്തിൽ നോളജ് ഉള്ള ഒരാൾക്ക് ഇത് ശരിയാക്കാനായിട്ട് പറ്റും. ഇതിൽ ഏതെല്ലാം സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതൊക്കെയാണ്? നിങ്ങളൊന്ന് മാച്ച് ചെയ്തേ, പെട്ടെന്ന് തന്നെ മാച്ച് ചെയ്തേ. ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ട് വരുന്നതെന്ന് മാച്ച് ചെയ്തോ മക്കളെ. കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തോ. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ്. 1, 3 ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ആസ് പെർ ദ ലോയ് മാക്സിമം പാർട്ട്നേഴ്സ് ഇൻ ബാങ്കിങ് ബിസിനസ് 10 ആണ് അല്ലെ. 10 മെമ്പേഴ്സ് ആണ് ആസ് പെർ ദ ലോ അനുസരിച്ച് എന്താണ് ബാങ്കിങ് ബിസിനസ്സിലെ പാർട്ണേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അതായത് രജിസ്ട്രേഷൻ ഈസ് നോട്ട് മാൻഡേറ്ററി. പാർട്ണർഷിപ്പിന്റെ രജിസ്ട്രേഷൻ മാൻഡേറ്ററി അല്ല, നോട്ട് മാൻഡേറ്ററി എന്നുള്ളതാണ്. ആൻഡ് സ്റ്റേറ്റ്മെന്റ് 3 കറക്റ്റ് ആണ്. അതായത് മ്യൂച്വൽ ഏജൻസി എന്ന് പറയുന്ന ഒരു കോർ ഫംഗ്ഷൻ തന്നെയാണ് ഏതിന്റെ, പാർട്ണർഷിപ്പിന്റെ. സ്റ്റേറ്റ്മെന്റ് 4 തെറ്റാണ്. പാർട്ണർഷിപ്പ് മേ ബി ഓറൽ ഓർ റിട്ടൺ ആണ്, എപ്പോഴും റിട്ടൺ ആകണമെന്നൊന്നും ഇല്ല. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. കൃത്യമായിട്ട് അറിയാവുന്ന ആളുകൾക്ക് ഇത് പിക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ഐഡന്റിഫൈ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ഓർ ഫോൾസ്. താഴെ തന്നേക്കുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ, ട്രൂ ഓർ ഫോൾസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ ക്യാപിറ്റൽ അക്കൗണ്ട് ആർ ഓൾവേസ് പ്രിപ്പയർഡ് അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. ക്യാപിറ്റൽ അക്കൗണ്ട് എപ്പോഴും നമ്മൾ ഏതിനാണ്? ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ഓൾവേസ് എപ്പോഴും പ്രിപ്പയർ ചെയ്യുന്ന ഒന്നാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്താണ്, the partnership deed must be compulsorily registered with the registrar. ഓർക്കുക, പാർട്ണർഷിപ്പ് ഡീഡ് നമ്മൾ എന്ത് ചെയ്യണം? കമ്പൽസറി ആയിട്ട് രജിസ്ട്രാർക്ക് മുന്നിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് നോക്കി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് അലൗഡ്
only if there is a written agreement. written agreementന്റെ അകത്ത്, അതായത് written agreementന്റെ അകത്ത് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അലൗ ചെയ്യത്തുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. ആൻഡ് പാർട്ട്നർ സാലറി ഈസ് ചാർജ്ഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പാർട്ട്നേഴ്സിന്റെ സാലറി നമ്മൾ ചാർജ് ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. മക്കളെ പറഞ്ഞേ, പാർട്ട്നേഴ്സ് സാലറി, ഇത് പാർട്ണർഷിപ്പിന്റെ കേസിലാണ്, സോറി പാർട്ട്നേഴ്സിന്റെ കേസാണ്. പാർട്ട്നേഴ്സ് സാലറിയാണ്, എംപ്ലോയീസിന്റെ സാലറി ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യില്ല. പാർട്ട്നേഴ്സിന്റെ സാലറി ഈസ് ചാർജ്ഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. മക്കളെ പറഞ്ഞേ, ഏതൊക്കെയാണ് ട്രൂ, ഏതൊക്കെയാണ് ഫോൾസ്? നോക്കിയേ, ഓപ്ഷൻ നോക്കിയേ, നിങ്ങളൊന്ന് മാർക്ക് ചെയ്തേ ആൻസർ ഒന്ന് മാർക്ക് ചെയ്ത് നോക്കിയേ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയേ, പറ്റുന്നുണ്ടോ? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പാർട്ണർഷിപ്പ് ഒക്കെ പഠിക്കണം കേട്ടോ. പാർട്ണർഷിപ്പ് എന്ന് കാണുമ്പോൾ പാർട്ണർഷിപ്പ് എന്താണെന്ന്, അതിന്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് പഠിച്ച് അവിടെ നിർത്തരുത്. പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ഡിഗ്രിക്ക് ഒരു മൊഡ്യൂളാണ്. പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂളാണ്. ഒരു മൊഡ്യൂളിൻ്റെ അകത്ത് തന്നെ 4 ചാപ്റ്ററുകൾ വരുന്നുണ്ട് പാർട്ണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട്. ഡിഗ്രി നമ്മൾ പഠിക്കുന്ന സമയത്ത് പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂളാണ്. അതിൽ ഇൻട്രൊഡക്ഷൻ ടു പാർട്ണർഷിപ്പ് ഉണ്ട്. ദെൻ അതിനകത്താണ് ഈ തിയറിറ്റിക്കൽ ആയിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ വരുന്നുണ്ട്. ദെൻ അതിനുശേഷം അഡ്മിഷൻ ഓഫ് എ പാർട്ണർ ഉണ്ട്, റിട്ടയർമെന്റ് ഓഫ് എ പാർട്ണർ ഉണ്ട്, ഡെത്ത് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് ഉണ്ട്. അങ്ങനെ ഒരു 4 ചാപ്റ്ററുകൾ വരുന്ന ഒരു മൊഡ്യൂളാണ് ഇതെന്ന് പറയുന്നത്, പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അത് അത്രയ്ക്ക് പ്രാധാന്യമുള്ള ഒന്നാണ്. അത് നമ്മൾ മുഴുവനായും തന്നെ പഠിക്കേണ്ടതുണ്ട്. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ അസിസ്റ്റന്റ് എക്സാമിന് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലും ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യാനും റീവാലുവേഷൻ അക്കൗണ്ടും റിയലൈസേഷൻ അക്കൗണ്ടും ഒക്കെ പ്രിപ്പയർ ചെയ്യാനും അതിനകത്തൊക്കെ വന്നേക്കുന്ന കാര്യങ്ങളും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. അതിൽ ഡെബിറ്റ് സൈഡ് വന്നേക്കുന്ന ഏതൊക്കെയാണ്, ക്രെഡിറ്റ് സൈഡ് വന്നേക്കുന്ന ഏതൊക്കെയാണ്, ക്വസ്റ്റ്യൻ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്തോണം, ആ ടി ഫോർമാറ്റ്, ആ ഒരു അക്കൗണ്ടിൻ്റെ ഒക്കെ ഒരു ഫോർമാറ്റ് എടുത്ത് വെച്ച് അതിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഏതൊക്കെയാണ്, ക്രെഡിറ്റ് സൈഡിൽ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഗുഡ് വില്ലിന് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, പഠിക്കാനായിട്ട് ശ്രമിക്കണം. ഇതൊക്കെ നമുക്ക് എന്താണ്, പാർട്ണർഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സിലബസിൽ പാർട്ണർഷിപ്പ് അക്കൗണ്ട് എന്ന് കിടക്കുമ്പോൾ ഇത് മൊത്തവും നമ്മൾ പഠിക്കേണ്ടതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാ, ഇതിന് ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നോക്കിയേ, ക്യാപിറ്റൽ അക്കൗണ്ട് മേ ബി പ്രിപ്പയർഡ് അണ്ടർ എന്താണ്, ക്യാപിറ്റൽ അക്കൗണ്ട് മേ ബി പ്രിപ്പയർഡ് ഐദർ മെത്തേഡ്. അതായത് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിന്റെ അകത്ത് എന്താ പറഞ്ഞേക്കുന്നത്, ഇവിടെ പറഞ്ഞേക്കുന്നത് നോക്കിയാൽ, ക്യാപിറ്റൽ അക്കൗണ്ട് ആർ ഓൾവേസ് പ്രിപ്പയർഡ് അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. ഓൾവേസ് പ്രിപ്പയർഡ് അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ഏതാണ്, ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ട്, കറണ്ട് അക്കൗണ്ട് വരുന്നില്ലേ. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ക്യാപിറ്റൽ അക്കൗണ്ട് മേ ബി പ്രിപ്പയർഡ് അണ്ടർ ഐദർ മെത്തേഡ്. ആൻഡ് രണ്ടാമത് അത് തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക, ഓൾവേസ് എന്നുള്ള വന്നുകൊണ്ട് അവിടെ തെറ്റിപ്പോയി കേട്ടോ. അടുത്ത നോക്കിയേ, അടുത്ത രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു പറഞ്ഞിരുന്നത് നോക്കിയേ, എന്താണ് രണ്ടാമത്, ദ പാർട്ണർഷിപ്പ് ഡീഡ് മസ്റ്റ് ബി കമ്പൽസറിലി രജിസ്റ്റേർഡ് വിത്ത് ദ രജിസ്ട്രാർ അടുത്ത് രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ രജിസ്ട്രേഷൻ ഈസ് നോട്ട് കമ്പൽസറി. ഓർത്ത് വെക്കുക, അതും തെറ്റാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് അലൗഡ് ഓൺലി ഇഫ് എഗ്രീഡ്. അതായത് പാർട്ണർഷിപ്പ് ഡീഡിനകത്ത് അല്ലെ ആ റിട്ടേൺ അഗ്രിമെന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടത്തുള്ളൂ. അത് ശരിയായിട്ടുള്ളതാണ്. അടുത്ത ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്, ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റ് തന്നെയാണ്. ഇറ്റ് ഈസ് ചാർജ്ഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആണ്. ഒരു പാർട്ണറുടെ സാലറി എന്ന് പറയുന്നത് ഏതിലാണ് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് ചെയ്യുന്നത്, എവിടെയാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിലാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലല്ല. ഓർത്ത് വെക്കണം കേട്ടോ. ഇനി അടുത്ത നോക്കിയേ, ഇൻ ദ ആബ്സെൻസ് ഓഫ് ആൻ എഗ്രിമെന്റ്, അതായത് പാർട്ണർഷിപ്പ് ഡീഡിന്റെ അഭാവത്തിൽ എന്താണ്, പാർട്ട്നേഴ്സ് ആർ എൻടൈറ്റിൽഡ് ടു, ഇവിടെ ഒരു എന്താണ്, ഇത് ഞാൻ ഇവിടെ ഒരു എന്താണ് നമ്മളുടെ എന്താണ് +2 ലെവലിൽ സേ എക്സാം ഉണ്ടായിരുന്നു. +2ന്റെ സേ എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. +2ൽ ഈ സെയിം സാധനം ഉണ്ടായിരുന്നു പറയുന്നത്, നമ്മുടെ പാർട്ണർഷിപ്പ് അക്കൗണ്ട് എന്ന് പറയുന്നത് അവിടെ സേ എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. കണ്ടപ്പോൾ ഒരു നല്ല ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നി, അതുകൊണ്ട് എടുത്തിട്ടതാണ്. നിങ്ങൾ നോക്കുക, ഏതാണ്, ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് എഗ്രിമെന്റിന്റെ ആബ്സെൻസിൽ പാർട്ട്നേഴ്സ് ആർ എൻടൈറ്റിൽഡ് ടു, പാർട്ട്നേഴ്സിന് എങ്ങനെയായിരിക്കും സാലറി കിട്ടുമോ, പാർട്ണർഷിപ്പ് ഡീഡിന്റെ ആബ്സെൻസ് സാലറി കിട്ടുമോ, ഇല്ല. പ്രോഫിറ്റ് ഇൻ ക്യാപിറ്റൽ റേഷ്യോ, പ്രോഫിറ്റ് ക്യാപിറ്റൽ റേഷ്യോയിലാണോ ഡിവൈഡ് ചെയ്യുന്നത്, അല്ല, ഈക്വലി അല്ലെ. ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ 6%, അത് ശരിയാണ്. കമ്മീഷൻ കിട്ടുമോ, ഇല്ല, കമ്മീഷൻ കിട്ടത്തില്ല. അപ്പൊ ആ ആബ്സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് റൂൾ ആപ്ലിക്കബിൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ്. മക്കളെ പഠിക്കണേ, ഇപ്പൊ തന്നെ എഴുതി വെച്ചോണം, റൂൾസ് ആപ്ലിക്കബിൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ്. പാർട്ണർഷിപ്പ് ഡീഡിന്റെ അഭാവത്തിൽ അല്ലെ പാർട്ണർഷിപ്പ് ഡീഡ് സൈലന്റ് ആകുമ്പോഴുള്ള റൂൾ എന്താണ്, വളരെ സിമ്പിൾ ആണ്. പ്രോഫിറ്റും ലോസ് ഷെയർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, ഈക്വലി ആയിരിക്കും. പ്രോഫിറ്റും ലോസ് ഷെയർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, ഈക്വലി ആയിരിക്കും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെയായിരിക്കും, നില്ലായിരിക്കും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇല്ലായിരിക്കും. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇല്ലായിരിക്കും. സാലറി കമ്മീഷൻ ഇല്ലായിരിക്കും. ഇൻട്രസ്റ്റ് ഓൺ ലോൺ 6% ആയിരിക്കും. ഇൻട്രസ്റ്റ് ഓൺ ലോൺ എത്രയായിരിക്കും,
6% ആയിരിക്കും. മക്കളെ മനസ്സിലായോ? Rules applicable in the absence of partnership deed. Rules applicable in the absence of partnership deed. മക്കളെ എഴുതി വെച്ചോണം. എടാ ഇപ്പൊ തന്നെ നീ എഴുതി വെക്കുക. റൂൾസ് ആപ്ലിക്കബിൾ എന്താണ് ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടോ? ഇല്ല. നോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, നോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, നോ പാർട്ട്നേഴ്സ് സാലറി, നോ പാർട്ട്നേഴ്സ് കമ്മീഷൻ. ഇൻട്രസ്റ്റ് ഓൺ ലോൺ 6%, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈക്വലി. ഓക്കെ ആണേ? ക്ലിയർ ആണേ? എടാ ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ? അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ പറഞ്ഞു. ഇവിടെ ആൻസർ ഇൻട്രസ്റ്റ് ഓൺ ലോൺ അറ്റ് 6%. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ റെക്കോർഡഡ് ഇൻ ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. മക്കളെ എന്താണ് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് ഏതെന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. അതായത് എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സുകളാണ് നമ്മൾ ഏതിൽ എഴുതുന്നത്? ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എഴുതുന്നത്. അതായത് നമ്മളുടെ നമ്മളുടെ ഈ ഇത്തരത്തിലുള്ള നമ്മളുടെ പാർട്ണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്സുകൾ നമ്മൾ മെൻഷൻ ചെയ്യുന്നതാണ് ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അതായത് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നതിൽ നിന്ന് എത്രത്തോളമാണ് പാർട്ട്നേഴ്സിന് കിട്ടുന്നത്, പാർട്ട്നേഴ്സിന് എത്രത്തോളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള കാര്യത്തെ കണ്ടെത്തുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലൂടെ ചെയ്യുന്നത്. അപ്പൊ ഈ ക്വസ്റ്റിനകത്ത് എന്താ ചോദിച്ചിരിക്കുന്നത്? വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ റെക്കോർഡഡ്. എന്തെല്ലാം കാര്യങ്ങളാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നത്? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് റെക്കോർഡ് ചെയ്യും അല്ലെ? ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഫ്രം പാർട്ട്നേഴ്സ് വരുവോ? ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഫ്രം പാർട്ട്നേഴ്സ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഫ്രം പാർട്ട്നേഴ്സ് വരുമോ എന്നുള്ള കാര്യം. സാലറി ടു ദ പാർട്ട്ണർ വരും എന്നാണ്. പാർട്ട്നേഴ്സ് കമ്മീഷനും വരും. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഫ്രം പാർട്ട്നേഴ്സ് എവിടെയാണ് വരുന്നത്? എവിടെയാണ് മക്കളെ വരുന്നത്? എവിടെയാണ് വരുന്നത്? ആൻസർ ഏതാണ്? ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 1, 3, 4 ആണ്. എന്താണ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറയുന്നത്? എവിടെയാണ്? ഈസ് ചാർജ്ഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. മക്കളെ ഓർത്ത് വെച്ചോണം. ഇൻട്രസ്റ്റ് ഓൺ ലോൺ പാർട്ട്ണറുടെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ എവിടെയോട്ടാണ് ചാർജ് ചെയ്യുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ടാണ്. നോട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അതേഴ്സ് ആർ ദ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. ഇത് ഓർത്ത് വെച്ചോണം കേട്ടോ. ഓർത്ത് വെച്ചോണം. പാർട്ട്ണറുടെ സാലറി, പാർട്ട്ണറുടെ കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഡ്രോയിങ്സ് വരത്തില്ല, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വരും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഏതിൽ വരുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ അകത്ത് വരുന്നത്. ഓക്കെ ആണല്ലോ? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അതുപോലെ തന്നെ പാർട്ട്നേഴ്സിന്റെ സാലറി, കമ്മീഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു കേസ്, ഒരു കോസ് ആൻഡ് എഫക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കോസ് ആയിട്ട് തന്നേക്കാണ് എ ഫേം പ്രോഫിറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് അൺഈക്വലി. എ പ്രോഫിറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് unequally among the partners, dispute equal capital contribution. പാർട്ട്നേഴ്സിന് ഈക്വൽ ആയിട്ടുള്ള ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ആയിരുന്നു, പക്ഷെ പ്രോഫിറ്റ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്? അൺഈക്വലി ആണ്. ആൻഡ് എഫക്റ്റ് തന്നേക്കാണ് എന്താണ്? പാർട്ട്ണർ എ ഈസ് അൺഹാപ്പി ആൻഡ് ഡിമാൻഡ് ടു റെക്ടിഫിക്കേഷൻ ത്രൂ ദ പാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ്സ്. അപ്പൊ എന്താണ് ഇതിൽ ആര് അൺഹാപ്പി ആണ്? നമ്മളുടെ പാർട്ട്ണർ എ അൺഹാപ്പി ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ഡീംഡ് ടു റെക്ടിഫിക്കേഷൻ ത്രൂ ദ പാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ്. പാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റിലൂടെ റെക്ടിഫിക്കേഷൻ നേടാനായിട്ട് വരും. അതായത് നമുക്കറിയാം ഏതെങ്കിലും രീതിയിൽ എന്താണ് അവർക്ക് ആ ഒരു പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിന്റെ അകത്ത് എന്തെങ്കിലും രീതിയിലുള്ള സാറ്റിസ്ഫാക്ഷൻ ഇല്ല എങ്കിൽ അവർക്ക് പാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ്സിലേക്ക് പോകാനായിട്ട് പറ്റും. അപ്പൊ നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ കറക്റ്റ്? ദ കോസ് ഈസ് ദ വാലിഡ് but the effects is invalid. The cause is valid but the cause the effects is invalid and both the cause and the effects are valid and related. അല്ലേ? ഇവിടെ ആൻസർ ഏതാ വരുന്നത്? both the cause and effects are valid and അതായത് if the profits are distributed wrongly ആണ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഡീഡ് അനുസരിച്ച്, നോട്ട് ആസ് പെർ ദ ഡീഡ് അനുസരിച്ചല്ല എങ്കിൽ, ഡീഡ് അനുസരിച്ചല്ല പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ പാർട്ട്നേഴ്സിന് എന്ത് ചെയ്യാനായിട്ട് പറ്റും? റെക്ടിഫിക്കേഷൻ പോകാൻ പറ്റും പാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ്സിനെ ബേസ് ചെയ്ത്. വളരെ സിമ്പിൾ ആണ്. പാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്ന ഒരു ഏരിയ നമുക്ക് എവിടെയുണ്ട്? നമ്മളുടെ ഈ പാർട്ണർഷിപ്പിനകത്തുണ്ട്. ആ ഏരിയയും നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്? പഠിക്കേണ്ടത് തന്നെയാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ. അടുത്തൊരു ക്വസ്റ്റ്യൻ നന്നേക്കാണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളിത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ പേടിക്കുകയൊന്നും ചെയ്യരുത്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വായിച്ചു നോക്കി മനസ്സിലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നോക്കിയേ, എക്സ് വൈ ഇസഡ് ആർ പാർട്ട്നേഴ്സ്. എക്സും വൈയും ഇസഡും എന്താണ്? പാർട്ട്നേഴ്സ് ആണ് ഒരു ഫേമിലെ. ആൻഡ് ദെയർ ക്യാപിറ്റൽ ആർ, അവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്രയാണ്? 2 lakh, 1,50,000, 1 lakh respectively. They are not prepare the partnership deed. അപ്പോൾ ഇവിടെ പാർട്ണർഷിപ്പ് ഡീഡ് സൈലന്റ് ആണ്, പാർട്ണർഷിപ്പ് ഡീഡ് ഇല്ല. എന്നിട്ട് എന്ത് പറഞ്ഞേക്കുന്നത്?
എക്സ് ഡിമാൻഡ് ദ 10% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. എക്സിന് എത്രയാണ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്? 10% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആൻഡ് 50,000 മന്ത്ലി സാലറി. അതുപോലെ തന്നെ എന്താണ് 5,000 മന്ത്ലി സാലറി ഉണ്ട്. 5,000 മന്ത്ലി സാലറി ആർക്കുണ്ട്? എക്സിനുണ്ട്. ആൻഡ് വൈ ഇൻസ്റ്റെഡ് ഓഫ് ഷെയറിംഗ് ദ പ്രോഫിറ്റ് ഇൻ ദി ക്യാപിറ്റൽ റേഷ്യോ. ക്യാപിറ്റൽ റേഷ്യോയിലാണ് പ്രോഫിറ്റ് എടുക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ ഫേം മെയ്ഡ് എ പ്രോഫിറ്റ്. ഫേമിന് പ്രോഫിറ്റ് എത്ര കിട്ടിയിട്ടുണ്ട്? 1,20,000 പ്രോഫിറ്റും കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ ചോദിക്കുക വാട്ട് ഈസ് ദ കറക്റ്റ് പ്രോഫിറ്റ് ഷെയറിംഗ് ട്രീറ്റ്മെന്റ്. അവിടെ കറക്റ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് ഷെയറിംഗ് ട്രീറ്റ്മെന്റ് എന്നാന്ന് ചോദിച്ചാൽ ഒരേ ഒരു കണ്ടീഷൻ അറിയാമെങ്കിൽ ഇതിന് ആൻസർ ചെയ്യാവുന്നുള്ളൂ. ഒരേ ഒരു കണ്ടീഷൻ അറിയാമെങ്കിൽ ഇതിന് ആൻസർ ചെയ്യാവുന്നുള്ളൂ. ഇവർ എന്ത് ചെയ്യും? വലിയ സ്റ്റേറ്റ്മെന്റ് ഒക്കെ തന്ന് നമ്മളെ തെറ്റിക്കാനായിട്ട് നോക്കുവാണ്. ഇവിടെ നോക്കിയേ, ഗീവ് ദ ഇൻട്രസ്റ്റ് ആൻഡ് സാലറി ടു എക്സ് ദെൻ ഡിവൈഡ് ദ റിമൈനിങ് പ്രോഫിറ്റ്. ഓക്കെ ആണല്ലോ. ആദ്യം എന്ത് കൊടുക്കുക? അയാൾക്ക് എന്താണ് ഇൻട്രസ്റ്റും സാലറിയും ഒക്കെ കൊടുത്തതിന് ശേഷമുള്ള പ്രോഫിറ്റ് എന്ത് ചെയ്യുക? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം പറഞ്ഞേക്കുന്നത്. രണ്ടാമത് പറഞ്ഞേക്കാണ് ഡിനൈ ദ എക്സ് ക്ലെയിംസ് ആൻഡ് ഡിവൈഡ് ദ പ്രോഫിറ്റ് ഈക്വലി. എക്സ് എന്നാണ് ഡിനൈ ദ എക്സിന്റെ ക്ലെയിം കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക? ഡിവൈഡ് ദ പ്രോഫിറ്റ് ഈക്വലി ആൻഡ് ഷെയർ ദ പ്രോഫിറ്റ് ഇൻ ക്യാപിറ്റൽ റേഷ്യോ ആസ് സജസ്റ്റഡ് ബൈ വൈ. വൈ സജസ്റ്റ് ചെയ്ത പോലെ ക്യാപിറ്റൽ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുക. ആൻഡ് ഷെയർ ദ പ്രോഫിറ്റ് ഇൻ ദ റേഷ്യോ 2:1.5:1 ആഫ്റ്റർ ഡിഡക്ടിങ് ദ സാലറി. സാലറി ഡിഡക്ട് ചെയ്തതിന് ശേഷം അങ്ങനെ കൊടുക്കുക എന്ന് പറഞ്ഞത് ഏതായിരിക്കും മക്കളെ? നമുക്കറിയാം പാർട്ണർഷിപ്പ് ഡീഡിന്റെ ആബ്സെൻസ് ആണ് എങ്കിൽ, പാർട്ണർഷിപ്പ് ഡീഡ് സൈലന്റ് ആണ് എങ്കിൽ എങ്ങനെ കൊടുക്കണം എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. എങ്ങനെ കൊടുക്കണം എന്ന് മക്കളെ പറഞ്ഞിരുന്നത്? നമ്മൾ പറഞ്ഞല്ലേ ആ എക്സിന്റെ ഉള്ള അഡ്ജസ്റ്റ്മെന്റ് കൊടുത്തതിന് ശേഷം ബാക്കി മിച്ചമുള്ള പ്രോഫിറ്റ് എന്നാ ചെയ്യണം? നമുക്ക് ഈക്വൽ ആയിട്ട് കൊടുക്കണം. ബിക്കോസ് പാർട്ണർഷിപ്പ് ഡീഡ് സൈലന്റ് ആണ്. ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ് നോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, നോ സാലറി ആൻഡ് ദ പ്രോഫിറ്റ് ഷെയർഡ് ഈക്വലി. എക്സിന്റെ അഡ്ജസ്റ്റ്മെന്റ് ആയിട്ടുള്ള എന്താണ്? എക്സിന്റെ ആ സാലറിയോ അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടല്ലോ, കൊടുക്കേണ്ട ആവശ്യമുണ്ടോ സാലറി? ബിക്കോസ് എന്താണ് പാർട്ണർഷിപ്പ് ഡീഡ് സൈലന്റ് ആണ്, അതുകൊണ്ട് സാലറി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇൻട്രസ്റ്റ് ഓൺ എന്താണ് ക്യാപിറ്റലോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സോ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, അതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതെല്ലാം ഡിനേ ചെയ്യാം. ബിക്കോസ് എന്താണ് അതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് പാർട്ണർഷിപ്പ് ഡീഡ് സൈലന്റ് ആണ്. സൈലന്റ് ആകുമ്പോൾ ഇതൊന്നും എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ അല്ലേ? അടുത്ത നോക്കിയേ, അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഓൾ ദ അഡ്ജസ്റ്റ്മെന്റ്സ് ആർ ഷോൺ ഇൻ. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സുകളും നമ്മൾ എവിടെ എഴുതുന്നത്? ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് രണ്ട് അക്കൗണ്ടുകളുണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ടും ഉണ്ട്, കറണ്ട് അക്കൗണ്ടും ഉണ്ട്. ക്യാപിറ്റൽ ബാലൻസ് ആണ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എഴുതുന്ന. ബാക്കി എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും കറണ്ട് അക്കൗണ്ടിലാണ് എഴുതുന്നത് അല്ലെ? കറണ്ട് അക്കൗണ്ടിലാണ് എഴുതുന്നത്. ഓക്കെ ആണല്ലോ? അതൊക്കെ വളരെ സിമ്പിൾ ആണ്. അഡ്ജസ്റ്റ്മെന്റ്സ് ലൈക്ക് ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് എക്സെട്ര ആർ റെക്കോർഡഡ് ഇൻ കറണ്ട് അക്കൗണ്ട് അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, എ പാർട്ണർ വിഡ്രോ. ഒരു പാർട്ണർ വിഡ്രോ ചെയ്തിരിക്കുകയാണ്. എത്രയാണ്? 1000 അറ്റ് ദ ബിഗിനിങ് ഓഫ് എവ്രി മന്ത്. എല്ലാ മാസത്തിന്റെയും ബിഗിനിങ്ങിൽ എന്ത് ചെയ്തിരിക്കുകയാണ്? വിഡ്രോ ചെയ്തിരിക്കുകയാണ്. ആൻഡ് കാൽക്കുലേറ്റ് ദ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അറ്റ് 10% പെർ ആനം. അതായത് പറഞ്ഞേ, അയാൾ 10% പെർ ആനം ആണ് എടുക്കുന്നത്. ബിഗിനിങ്ങിലാണ് വിഡ്രോ. എല്ലാ മാസത്തിന്റെയും ബിഗിനിങ്ങിൽ അയാൾ വിഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പൊ 1000 രൂപ വീതം അയാൾ 12 മാസം വിഡ്രോ ചെയ്യുമ്പോൾ എത്രയായി? 12,000 രൂപയായില്ലേ? 12,000 rupees ആയില്ലേ? 1000 രൂപ വീതം 12 മാസം. ഇനി എന്ത് കണ്ടുപിടിക്കണം? ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം അല്ലെ? അതായത് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യുക? 10/100 ഇൻറ്റു ബിഗിനിങ്ങിലാണ് വിഡ്രോ ചെയ്തത്. കണ്ടീഷൻ എത്രയാണ്? ബിഗിനിങ്ങിൽ വിഡ്രോ ചെയ്യുവാണെങ്കിൽ 6.5, മിഡിലാണ് 6, എൻഡിലാണെങ്കിൽ 5.5. അങ്ങനെയല്ലേ? അപ്പൊ ആ പീരീഡ് എത്ര എവിടെ വരുന്നത്? 6.5 ഡിവൈഡ് ബൈ 12 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടില്ലേ? മക്കളെ മനസ്സിലായോ? ഇവിടെ നോക്കുക എങ്ങനെയാണ്. 12,000 ഇൻറ്റു 10/100 അതാണ് 10% കൊടുത്തെങ്കിൽ ഡിവൈഡ് ബൈ 6.5 ഡിവൈഡഡ് ബൈ 12 ആണ്. ഇത് ഇവിടെ ഈ 100 ഇതിന്റെ താഴെയാണ്, ഈ 12 ഇവിടെ 6.5 ഡിവൈഡ് ബൈ 12. അപ്പൊ ഓർത്ത് വെച്ച് എങ്ങനെയാ വരുന്നത്? അതായത് ബിഗിനിങ്ങിലാണ്, എല്ലാ മാസത്തിന്റെയും ബിഗിനിങ്ങിലാണെങ്കിൽ 6.5, എല്ലാ മാസത്തിന്റെയും മിഡിലാണെങ്കിൽ 6, എല്ലാ മാസത്തിന്റെയും എൻഡിലാണെങ്കിൽ 5.5. ഇറ്റ്സ് എ കോൺസ്റ്റന്റ് കേട്ടോ. ഇവിടുത്തെ കേസിൽ അയാൾ 1000 രൂപ വീതമാണ് വിഡ്രോ ചെയ്യുന്നത്. മനസ്സിലാക്കിക്കോണം കേട്ടോ. 1000 രൂപ വീതമാണ് വിഡ്രോ ചെയ്തത്. 1000 വീതം ഒരു വർഷമാകുമ്പോൾ എത്ര വരും? 12,000 രൂപയാകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 12,000 ഇൻറ്റു എത്രയാണ് റേറ്റ്? ഇൻട്രസ്റ്റിന്റെ റേറ്റ് എത്രയാ? 10% അല്ലേ? ഇപ്പൊ 10/100 ഇൻറ്റു നമ്മളുടെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ബിഗിനിങ്ങിലാണ്, അയാൾ എല്ലാ മാസത്തിന്റെയും ബിഗിനിങ്ങിലാണ് വിഡ്രോ ചെയ്യുന്നത്. സോ കോൺസ്റ്റന്റ് ആയിട്ടുള്ള പീരീഡ് എത്രയാണ്? 6.5 ഡിവൈഡഡ് ബൈ 12. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. മനസ്സിലായോ മക്കളെ? ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കണേ, ഇത് ചോദിക്കുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈസ് എ
ഗെയിൻ ടു ദ ഫേം. ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ഗെയിൻ ആണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്നിട്ട് റീസൺ പറഞ്ഞേക്കാണ് ഇറ്റ് ഈസ് ചാർജ്ഡ് ടു പാർട്ട്നേഴ്സ് കറണ്ട് ഓർ ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ക്രെഡിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. നമുക്ക് അറിയാം അല്ലെ, ഇറ്റ് ഈസ് ചാർജ്ഡ് ഓൺ ദി പാർട്ട്നേഴ്സ് കറണ്ട്, അതായത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് വെച്ചിട്ടാണ് പറയുന്നത്. ഇറ്റ് ഈസ് ചാർജ്ഡ് ടു പാർട്ട്നേഴ്സ് കറണ്ട് ഓർ ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ക്രെഡിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. മക്കളെ ഏതാ ആൻസർ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ശരിയാക്കേണ്ടതാണ്. നമുക്ക് ഇതിനെപ്പറ്റി അറിവുണ്ട് എങ്കിൽ, നമ്മളുടെ പാർട്ണർഷിപ്പിനെ പറ്റി അറിവുണ്ടെങ്കിൽ ഇതിന് ആൻസർ ചെയ്യാവുന്നുള്ളൂ. ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ്. ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഡാഷ് ഈസ് ഷോ ഹൗ ദ പ്രോഫിറ്റ് ഓർ ലോസസ് ഈസ് അപ്രോപ്രിയേറ്റഡ് എമംഗ് ദ പാർട്ട്നേഴ്സ്. ഡാഷ് ഷോസ്, ഏതായിരിക്കും ഷോ ചെയ്യുന്നത്? ദ പ്രോഫിറ്റ് ഓർ ലോസ് അപ്രോപ്രിയേറ്റഡ് എമംഗ് ദ പാർട്ട്നേഴ്സ്. നമുക്ക് അറിയാവുന്നതാണ്, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഏതായിരിക്കും ആൻസർ വരുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അല്ലേ അഡ്ജസ്റ്റ്മെന്റ്സുകളെ കാണിക്കുന്നത്. അതായത് ഇറ്റ് ഷോസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നെറ്റ് പ്രോഫിറ്റ് എമംഗ് ദ പാർട്ട്നേഴ്സ് ആഫ്റ്റർ ചാർജിങ് ഇൻട്രസ്റ്റ്, സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ്, സാലറി, കമ്മീഷൻ ഒക്കെ പോലെയുള്ള അഡ്ജസ്റ്റ്മെന്റ്സിന് ശേഷം പ്രോഫിറ്റ് പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള പ്രോഫിറ്റ് എത്രത്തോളമാണ് എന്ന് ഷോ ചെയ്യുന്നത് ഏതിലൂടെയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലൂടെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ. എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് 3:2. 3:2 എയും ബിയും പാർട്ട്നേഴ്സ് ആണ്. 3:2 എന്ത് ചെയ്യുന്ന? പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന. They admit C into a firm for 1/5 ഷെയർ. 1/5 ഷെയറിൽ ആരെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്? സിയെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഗുഡ്വിൽ ഓഫ് ദ ഫേം ഈസ് വാല്യൂഡ് അറ്റ്. ഗുഡ്വിൽ, ആ ഫേമിന്റെ ഗുഡ്വിൽ എന്ന് പറയുന്നത് എത്രയാണ്? 40,000, 40,000 ആണ്. സി ഈസ് അണേബിൾ ടു ബ്രിങ് ദ ഗുഡ്വിൽ ഇൻ ക്യാഷ്. ക്യാഷ് ആയിട്ട് ഗുഡ്വിൽ കൊണ്ടുവന്നിട്ടില്ല, അണേബിൾ ടു ബ്രിങ് ആണ്. അപ്പൊ അവിടെ ഓർത്ത് വെക്കുക, നോ ഗുഡ്വിൽ എക്സിസ്റ്റ് ഇൻ ദി ബുക്സ്. ബുക്സിനകത്ത് ഗുഡ്വിൽ ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. വാട്ട് ദ ജേർണൽ എൻട്രി ഈസ് മെയ്ഡ്. അപ്പൊ ഇവിടെ ഓർത്ത് വെക്കുക, ഇവിടെ എന്താണ്? ഇവരുടെ എ ബി പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2 ആയിരുന്നു. പുതിയ ആളെ അഡ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്? 1/5 ആണ് അയാൾക്ക് കൊടുത്തേക്കുന്നത്. അപ്പൊ 3:2 മറ്റേ ആളെ അഡ്മിറ്റ് ചെയ്തപ്പോൾ 1/5 ആണ്. റിലേറ്റീവ് റേഷ്യോ ആണോ? റിലേറ്റീവ് റേഷ്യോ ആണോ നോക്കുക. റിലേറ്റീവ് റേഷ്യോ അല്ല എങ്കിൽ എന്ത് ചെയ്തോണം? നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? നമ്മുടെ സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കണം. ബിക്കോസ് സാക്രിഫൈസിങ് റേഷ്യോയിലായിരിക്കും എന്ത് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്? ഗുഡ്വില്ല് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ എങ്ങനെയായിരിക്കും ആൻസർ വരുന്നത് നോക്കിയാൽ, ഇവിടെ 40,000 ആണ് പുള്ളി കൊണ്ടുവന്നേക്കുന്നത് അല്ലെ. 40,000 ആണ് പുള്ളിക്കാരൻ കൊണ്ടുവന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇത് ഫേമിന്റെ ഗുഡ്വില്ലാണ്. ഫേമിന്റെ ഗുഡ്വില്ലാണ്. അയാൾ കൊണ്ടുവന്ന ഗുഡ്വില്ലല്ല, ഫേമിന്റെ ഗുഡ്വില്ലാണ്. അതിൽ സിക്ക് എത്ര അവകാശമുണ്ട്? 1/5 അല്ലെ. അപ്പൊ 40,000ന്റെ എത്ര കണ്ടുപിടിക്കണം? 1/5 കണ്ടുപിടിക്കണം അല്ലെ. 1/5 കണ്ടുപിടിക്കുമ്പോൾ എമൗണ്ട് കിട്ടും. ഇവിടെ നോക്കുക, ആദ്യം എന്താണ്? എയുടെ ഷെയർ 40,000 into 3/4 24,000. ബിയുടെ ഷെയർ എന്ന് പറയുന്നത് 40,000 into 1/4 16,000. Since the no goodwill is exist in the C, not bring the goodwill. C goodwill കൊണ്ടുവന്നിട്ടില്ല. So the goodwill is related in the books full value and old partners 3:2. മക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. മനസ്സിലാക്കി ചെയ്തില്ലെങ്കിൽ ഇതിന് ആൻസർ നമുക്ക് തെറ്റിപ്പോകും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കിയേ. സി അണേബിൾ ടു ബ്രിങ് ഗുഡ്വിൽ ഇൻ ക്യാഷ്. സി ഗുഡ്വില്ല് കൊണ്ടുവന്നോ? സി ഗുഡ്വില്ല് കൊണ്ടുവന്നിട്ടില്ല. സി ഗുഡ്വില്ല് കൊണ്ടുവന്നാൽ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, പുതിയ പാർട്ട്ണർ ഗുഡ്വില്ല് കൊണ്ടുവരികയാണ്, ന്യൂ പാർട്ട്ണർ ഗുഡ്വില്ല് കൊണ്ടുവരികയാണ് എങ്കിൽ, പുതിയ പാർട്ട്ണർ ഗുഡ്വില്ല് കൊണ്ടുവരികയാണെങ്കിൽ ഇത് ആർക്ക് അവകാശപ്പെട്ടതാണ്? ഓൾഡ് പാർട്ട്നേഴ്സിന് അവകാശപ്പെട്ടതാണ്. ഏത് റേഷ്യോയിൽ അവകാശപ്പെട്ടതാണ്? സാക്രിഫൈസിങ് റേഷ്യോയിൽ അവകാശപ്പെട്ടതാണ്. ആണല്ലോ. അതായത് പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് പുതിയ പാർട്ട്ണർ ഗുഡ്വില്ല് കൊണ്ടുവരുന്നുണ്ട് എങ്കിൽ ഈ ഗുഡ്വില്ല് ആർക്ക് അവകാശപ്പെട്ടതാണ്? ഓൾഡ് പാർട്ട്നേഴ്സിന് അവകാശപ്പെട്ടതാണ്. ഈ ഓൾഡ് പാർട്ട്നേഴ്സിന് ഇത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഏത് റേഷ്യോയിൽ? അവർ സാക്രിഫൈസ് ചെയ്ത റേഷ്യോയിൽ. ഓർത്ത് വെക്കുക. ഈ കേസിൽ ഗുഡ്വിൽ ആര് കൊണ്ടുവന്നിട്ടില്ല? പുതിയ പാർട്ണർ കൊണ്ടുവന്നിട്ടില്ല. ഫേമിന്റെ ഗുഡ്വിൽ എത്രയാണ്? 40,000 ആണ്. ഇത് ആർക്കൊക്കെ അവകാശപ്പെട്ടതാണ്? പുതിയ ആൾക്ക് അവകാശപ്പെട്ടതാണോ? അല്ല, ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന എക്കും ബിക്കും അവകാശപ്പെട്ടതാണ്. അത് ഏത് റേഷ്യോയിലാണ് വീതിച്ചു കൊടുക്കേണ്ടത്? ഓൾഡ് റേഷ്യോയിലാണ് വീതിച്ചു കൊടുക്കേണ്ടത്. ഓൾഡ് റേഷ്യോ എത്രയാണ്? 3:2. അപ്പം റേഷ്യോ മാറുന്നില്ല. കണക്ക് കൃത്യമായി ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി മനസ്സിലാക്കണം. റേഷ്യോ മാറുന്നുണ്ടോ? ഇല്ല. റേഷ്യോ മാറുന്ന ഏത് കേസിലാണ്? പുതിയ പാർട്ണർ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലാണ് നേരെ എന്ത് ചെയ്യുക? ഷെയർ ചെയ്തിട്ട് അത് ആർക്കൊക്കെ അവകാശപ്പെട്ട് കൊടുക്കുക? എക്കും ബിക്കും അവകാശപ്പെട്ട് കൊടുക്കുക. അപ്പൊ അവിടെ ഓർത്ത് വെക്കുക, ഗുഡ്വിൽ അക്കൗണ്ട് ഡെറ്റർ ടു എസ് ക്യാപിറ്റൽ ടു ബീസ് ക്യാപിറ്റൽ. ഓർത്ത് വെക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ, അടുത്താണ് ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എ റിട്ടയർമെന്റ് ഓഫ് എ പാർട്ണർ, ഹിസ് ഷെയർ ഓഫ് ഗുഡ്വിൽ ഈസ്
ഡെബിറ്റഡ് ടു റിമൈനിങ് പാർട്ട്നേഴ്സ് ഇൻ ഗെയിനിങ് റേഷ്യോ. അതായത് റിട്ടയർമെന്റിന്റെ സമയത്ത് ഒരു റിട്ടയർ ആയ പാർട്ട്ണറുടെ ഗുഡ് വില്ല് എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്, ഇനി റീറ്റെയിൻ ചെയ്യുന്ന പാർട്ട്നേഴ്സിന് അവർ ഗെയിനിങ് റേഷ്യോയിൽ വീതിച്ചു കൊടുക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ആ റീസൺ പറയുക ഗുഡ് വിൽ ഈസ് എ പേഴ്സണൽ ഗെയിൻ ഓഫ് എ റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് നോട്ട് ടു ബി ഷെയർഡ് വിത്ത് അതേഴ്സ്. അതാണ് റീസൺ പറഞ്ഞേക്കുന്നത്. ഷെയർ ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. ശരിയാണോ? എ ശരിയാണ്, ആർ എന്താണ്? ഫോൾസ് ആണ് അല്ലെ. അതായത് അസേർഷൻ കറക്റ്റ് ആണ്. ബിക്കോസ് ദ റിട്ടേണിംഗ് പാർട്ട്നേഴ്സ് ഷെയർ ഓഫ് ഗുഡ് വിൽ ഈസ് എന്താണ്, ഗുഡ് വിൽ ഷെയർ ചെയ്യും ഏത് റേഷ്യോയില്? ഗെയിനിങ് റേഷ്യോയില്. റീസൺ തെറ്റാണ്. ബിക്കോസ് ദ ഗുഡ് വിൽ ഈസ് നോട്ട് എ പേഴ്സണൽ ഗെയിൻ. ഗുഡ് വിൽ എന്ന് പറയുന്നത് എന്തല്ല, ഒരു പേഴ്സണൽ ഗെയിൻ അല്ല, ബട്ട് അത് ഫേമിന്റെ അസറ്റ് ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, അത് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. If a partner retire, ഒരു പാർട്ണർ റിട്ടയർ ആയി ആൻഡ് ദ റിമൈനിങ് പാർട്ട്നേഴ്സ് കണ്ടിന്യൂ ചെയ്യുന്ന പാർട്ട്നേഴ്സ്, റിമൈനിങ് പാർട്ട്നേഴ്സ്, ദ ഫേംസ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആൻഡ് ഗെയിനിങ് റേഷ്യോ മസ്റ്റ് ബി കാൽക്കുലേറ്റഡ്. ന്യൂ റേഷ്യോയും ഗെയിനിങ് റേഷ്യോയും കാൽക്കുലേറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ദ ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. വളരെ സിമ്പിൾ ഇക്വേഷൻ. ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഏതാ മക്കളെ? പറഞ്ഞേ. ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ ആണോ? സാക്രിഫൈസ് റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ ആണോ? അതോ ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ ആണോ? അതോ ന്യൂ റേഷ്യോ മൈനസ് ഗെയിനിങ് റേഷ്യോ ആണോ? ഇതിൽ ഏതായിരിക്കും? ഈ രണ്ടെണ്ണത്തിൽ ഏതോ ഒന്നാണ്. ഏതാണ് ആൻസർ? ഏതാ മക്കളെ ആൻസർ? ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. ഓർത്ത് വെച്ചോണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വെൻ ദ ഗുഡ് വിൽ ഈസ് റേസ്ഡ് ആൻഡ് റീറ്റെയിൻഡ് ഇൻ ദ ബുക്സ്. ഗുഡ് വിൽ റേസ് ചെയ്തിട്ടുണ്ട്, അത് റീറ്റെയിൻ ചെയ്തിട്ടുണ്ട് ബുക്സിൽ. ഇറ്റ് ഈസ് ഷോൺ ഓൺ ദി അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിൽ അത് ഷോൺ ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, when the goodwill is raised to the extent of retiring partners share and immediately write off, it still appear in the balance sheet. ബാലൻസ് ഷീറ്റിൽ ഉണ്ടെങ്കിൽ റിട്ടയർ പാർട്ട്ണറുടെ ഷെയർ ആയിട്ട് ഗുഡ്വിൽ ബാലൻസ് ഷീറ്റിൽ ഉണ്ടെങ്കിൽ അത് ഇമ്മീഡിയറ്റ്ലി റൈറ്റ് ഓഫ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് ആൻസർ? both the statements are true, both the statements are false. Statement 1 is true, statement 2 is false. Statement 1 is false, statement 2 is false. ഏതാണ് ആൻസർ? സ്റ്റേറ്റ്മെന്റ് 1 is true, statement 2 is false. അതായത് എന്താണ്, retaining goodwill is remain in the books and appear on the asset side of the balance sheet. The return of even the raised or retaining partners share, it does not appear in the balance sheet. ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്യത്തില്ല? അപ്പിയർ ചെയ്യത്തില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തത് നോക്കി. അടുത്ത ഒരു ജേണൽ എൻട്രി തന്നെയാണ്. സുരേഷ്, രമേശ് ആൻഡ് ഗണേഷ് ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് 5:3:2. എന്നിട്ട് പറഞ്ഞേക്കാണ് ഗണേഷ് റിട്ടയർ ആയി. അതായത് ആരാണ്? മൂന്നാമത്തെ ആള് എന്ത് ചെയ്തു? റിട്ടയർ ആയി. ആൻഡ് ഹിസ് ഷെയർ ഓഫ് ഗുഡ് വിൽ, അയാളുടെ ഷെയർ ഓഫ് ഗുഡ് വിൽ എത്രയാണ്? 24,000 ഉണ്ട്. ദ ഗെയിനിങ് റേഷ്യോ ബിറ്റ്വീൻ, ഗെയിനിങ് റേഷ്യോ ഉണ്ട്, സുരേഷിന്റെയും രമേഷിന്റെയും ഗെയിനിങ് റേഷ്യോ എത്രയാണ്? 2:1 ആണ്. വാട്ട് വിൽ ബി ദ ജേണൽ എൻട്രി? ഗുഡ് വിൽ നോട്ട് ടു അപ്പിയർ ഇൻ ദി ബുക്സ്. ബുക്സിൽ അപ്പിയർ ചെയ്തിട്ടില്ല. എങ്ങനെ ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ജേണൽ എൻട്രി? ഗുഡ് വിൽ അക്കൗണ്ട് ഡെറ്റർ ടു ഗണേഷ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണോ? സുരേഷ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു രമേഷ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഗണേഷ് ക്യാപിറ്റൽ ആണോ? അതായത് നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഓർത്തിച്ചാൽ മതി. ഗുഡ് വിൽ, ഒരാൾ റിട്ടയർ ആയിപ്പോയി, ഗുഡ് വിൽ ഇത്ര അയാളുടെ ഉണ്ടായിരുന്നു, അതിനി ആർക്കാണ്? പുതിയ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന പാർട്ട്നേഴ്സിന് ഏത് റേഷ്യോയിൽ കിട്ടുമെന്നാണ് പറഞ്ഞത്? ഗെയിനിങ് റേഷ്യോയിൽ കിട്ടുമെന്നാണ് പറഞ്ഞത്. സോ നമ്മൾ എന്ത് ചെയ്യുക? അവരുടെ ആ ഗെയിനിങ് റേഷ്യോയിൽ 24,000 എന്ത് ചെയ്യുക? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. കിട്ടുന്ന ആൾക്കാർ ആരൊക്കെയാണ്? സുരേഷും രമേഷുമാണ്. രണ്ടിനും ഡെബിറ്റ് കൊടുത്തു. പോയത് ആർക്കാണ്? ഗണേഷിനാണ്. ഗണേഷിന് ക്രെഡിറ്റ് കൊടുത്തു. വളരെ സിമ്പിൾ ആണ്. ജേണൽ എൻട്രി ഒക്കെ കാണുമ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൃത്യമായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ മാനേജ്മെന്റിലെ കുറച്ച് ക്വസ്റ്റ്യനുകളും അതുപോലെ തന്നെ പാർട്ണർഷിപ്പ് ഏരിയയിലെ കുറച്ച് ക്വസ്റ്റ്യനുകളുമാണ് കണ്ടത്. അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള സജഷൻസ് ഉണ്ടെങ്കിൽ ഇന്ന ഏരിയ ഒന്ന് ക്ലാസ് ആയിട്ട് വേണം, അല്ലെങ്കിൽ ഇന്ന ഏരിയയുടെ MCQs ഡിസ്കസ് ചെയ്യണം, അങ്ങനെയൊക്കെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏരിയാസുകൾ സജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇന്ന ഏരിയയുടെ ക്ലാസ് വേണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതും പറയാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മളുടെ പുതിയ KFC ബാച്ച് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോകാം. കൃത്യമായിട്ടുള്ള ഒരു പഠനം ഉണ്ടെങ്കിൽ, മാക്സിമം
മാക്സിമം MCQs ഒക്കെ ചെയ്ത് കൃത്യമായിട്ട് സ്ട്രാറ്റജിക് ആയിട്ട് ഉള്ള ഒരു പഠനം ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് KFC അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഫോക്കസ് ചെയ്ത് പഠിക്കുക, നല്ല രീതിയിൽ നല്ല ഒരു ഇത് നേടണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. കൃത്യമായിട്ടുള്ള ഗൈഡൻസ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു എക്സാം നേടിയെടുക്കാനായിട്ട് പറ്റും. അതിന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് മാസ്റ്റർ കീ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസുമായിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ വിഷ്ണു അശോക്. താങ്ക് യു.